ഒരു റിക്വസ്റ്റാണ്. അതായത് ഈ ജയിലിലെ ജോലി കുറ്റവാളികൾക്കല്ലാതെ ബാക്കിയുള്ളവർക്കും കൂടി ചെയ്യാനായിട്ടുള്ള അനുവാദം സർക്കാർ കൊടുക്കണം. അപ്പോൾ ഈ ആശമാരും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കൊക്കെ അവിടെ പോയി പണിയെടുക്കാമല്ലോ. ജയിലുകളിൽ മറ്റുള്ളവർക്കും കൂടി ജോലിക്ക് അവസരം കൊടുത്താൽ മതി. നിങ്ങൾക്ക് അന്തസ്സായ ജീവിതം ജയിൽ കുറ്റവാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ മുഖ്യമന്ത്രി രാത്രി ഉറക്കമില്ലാതെ പെരുക് പോലെ നടക്കുന്നത്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം അതേ അന്തസ്സിന് കുറ്റം ചെയ്യാതെ പുറത്ത് നടക്കുന്ന മനുഷ്യർക്ക് കൂടി അവസരം ഉണ്ടാവണം. ഇവിടെ 10,000-ത്തിനും 15,000-ത്തിനും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഭക്ഷണവും താമസവും എന്താ പറയുക, ചികിത്സയും ശമ്പളവും ഒക്കെ ആയിട്ടുള്ള അവരുടെ എമൗണ്ട് ഒരു ബേസ്മെൻറ്റിൽ നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. 28,000 മുതൽ 38,000 രൂപ വരെയാണ് ഒരു ജയിൽ വാർഡൻ്റെ സാലറി കേരളത്തിൽ. 625 രൂപ എന്ന് പറയുമ്പോൾ ആ തുക കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 18,000 രൂപ പ്ലസ് വരും. ഒരു 19 രൂപയുടെ അടുത്തെങ്കിലും 19 രൂപയുടെ അടുത്ത് മിനിമം വരും. പ്ലസ് താമസം, ഭക്ഷണം, മരുന്ന് ചിലവുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ജയിൽ വാർഡൻ്റെ അതേ നിലവാരത്തിലേക്ക് ഇയാളെത്തി എന്ന് പറയുന്നതാണ് ഇവർ ഈ അന്തസ്സാർന്ന ജീവിതം എന്ന് പറയുന്നത്. അതൊക്കെ അവിടെ നിന്നോട്ടെ. പിന്നെ ഇതിന് പുറമെ അവർക്ക് മറ്റേ എന്താ പറയുക, മയക്കുമരുന്ന് പരിപാടികൾ, സിഗരറ്റ് കടത്തൽ, ഇതിൻ്റെ പരിപാടികൾക്കൊക്കെ ഇവർ നടത്തുന്നതിൻ്റെ കൈക്കൂലിയൊക്കെ വാർഡന്മാർക്ക് കിട്ടും. DIG ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രമോഷൻ കിട്ടും. അവിടെ മാഫിയ പ്രവർത്തനം നടത്താനായിട്ടൊക്കെ കൊടിശനിക്കൊക്കെ അവിടെ ഇരുന്നിട്ട് കംപ്ലീറ്റ് ഫോണിൽ മാഫിയ പ്രവർത്തനം നടത്താൻ പറ്റും. പുറത്തിറങ്ങിയിട്ട് ഡീൽ ചെയ്യേണ്ട വരുന്നതായിട്ട് പരോള് കിട്ടും. ഇതൊക്കെ കൊടുക്കുന്നതിന് കൈക്കൂലി കിട്ടും. ഇതൊക്കെ മന്ത്രിസഭ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ദയവ് ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഓരോ സംവിധാനങ്ങളെയും കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ ഒരു മേൽനോട്ടം ഉണ്ടാവുകയും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ തെറ്റ് മൂടി വയ്ക്കാനും അവരെ സംരക്ഷിക്കാനും നടക്കുമ്പോൾ അവർ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കെതിരെയാണ് നിലകൊള്ളുന്നത്. ജയിച്ച പിറ്റേ ദിവസം മുതൽ ജനങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ സർക്കാരായിട്ടാണ് ഇവിടെയുള്ള എല്ലാ പാർട്ടികളും നിൽക്കുന്നത്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ വോട്ട് ചെയ്യുന്നവന് ബോധം വരണം. അവർ വോട്ട് മാറി ചെയ്യാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ഒരാളെ കണ്ടെത്തിയാൽ മതി. നിങ്ങൾ ഇന്ന പാർട്ടിക്കാരൻ തന്നെയാണെന്നൊരു നിർബന്ധമൊന്നുമില്ല ഇവിടെ. പക്ഷേ അതിനുള്ള തിരിച്ചറിവുള്ള ജനത ഇവിടെ ഉണ്ടാവണം. കേൾക്കുന്ന വാർത്തയ്ക്കനുസരിച്ച് ഓളം വെട്ടിനനുസരിച്ച് വോട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓളം വെട്ട് ഭരണം കിട്ടും. ഇവിടെ എന്താ പറയുക, കൊലപാതകത്തെ കേസിൽ വിധി പറയാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വോട്ട് ചെയ്യാൻ റെഡിയാണ്. ഇതാണ് പ്രശ്നം. ഒരാളെങ്കിൽ ഒരാളേക്ക് വോട്ട് ചെയ്യാൻ റെഡി ആവണ്ടല്ലോ. ഒരാളൊന്നല്ല വോട്ട് ചെയ്യുന്നത്.